നല്ല തടിച്ചു കൊടുത്ത ശരീരഭംഗിയുള്ള നല്ല മനോഹരമായ കാഴ്ചക്ക് മനോഹരമുള്ള സ്വഹാബിയായിരുന്നു സൗബാൻ റളിയല്ലാഹു നല്ല ശാരീരികമായ നല്ല ഫിറ്റിംഗ് ഉള്ള മനുഷ്യനായിരുന്നു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തടി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, മുഖമൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിയുകയാണ്, അദ്ദേഹത്തിന്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. സ്വഹാബികൾക്ക് വലിയ ആശ്ചര്യമായി, എന്താണ് സൗബാൻ എന്ന സ്വഹാബിക്ക് പറ്റിയത്? നല്ല തടിച്ചു കൊടുത്ത മനോഹരമായ ശരീരമുള്ള സൗബാൻ, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാവരും വലിയ ആശ്ചര്യമായി, വലിയ അസുഖം ബാധിച്ചോ അദ്ദേഹത്തിന് എന്നൊക്കെ ചോദ്യമായി. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിലും സൗബാന്റെ ശാരീരിക പ്രകൃതികൾ ശ്രദ്ധയിൽപ്പെട്ടു. നബിതങ്ങളും സൗബാൻ റളിയല്ലാഹു അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് ഒരു വൃദ്ധനെ പോലെ സൗബാൻ ഇങ്ങനെ തടി കുറഞ്ഞ് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗബാൻ എന്ന സഹാബി പറഞ്ഞത്, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ മനസ്സിലാക്കേണ്ടത്, നബിതങ്ങളോട് സൗബാൻ എന്ന സഹാബി പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് അസുഖമൊന്നുമില്ല, പക്ഷേ ഞാൻ വലിയൊരു ചിന്തയിലാണ്, ഞാൻ വലിയൊരു ആവലാതിയിലാണ്, വേവലാതിയിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കേണ്ടവനാണ്. പുണ്യനബിയെ, നിങ്ങളും മരിക്കുമല്ലോ. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കും, ഉന്നതമായ സ്വർഗത്തിലല്ലേ നിങ്ങൾ ഉണ്ടാവുക. ഞാനാണെങ്കിലും അഥവാ സ്വർഗത്തിൽ കടന്നാൽ തന്നെ എവിടെയെങ്കിലൊക്കെ സ്വർഗത്തിന്റെ ചെരുവിലൂടെയല്ലേ ഞാൻ ജീവിച്ചു പോവുക. ഇന്നെനിക്ക് നിങ്ങളെ കാണാൻ കഴിയും. എനിക്കൊരു പ്രയാസം വരുമ്പോഴേക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന പ്രയാസങ്ങൾ പറയാം, നിങ്ങളെ ആവുവോളം കണ്ടിരിക്കാം, നിങ്ങളോട് സംസാരിക്കാം, നിങ്ങളുടെ സദസ്സിൽ വന്നിരിക്കാം. പക്ഷേ നാളെ നിങ്ങൾ സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനത്തും ഞാൻ സ്വർഗത്തിന്റെ അടിത്തട്ടിലുമാവൂലേ. അതുകൊണ്ട് നാളെ ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോ ടെൻഷനായി നടക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഈ തടിയെല്ലാം കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ശരീരത്തിന്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വലിയ ടെൻഷനിലാണെന്ന് വന്ന് പറഞ്ഞ സൗബാൻ എന്ന സഹാബിയുടെ ചരിത്രമാണ് എൻ്റെ പൊന്നു ഉമ്മമാരെ നമ്മൾ ഓർക്കേണ്ടത്. റബീഉൽ അവ്വൽ മാസം കഴിയുമ്പോഴേക്കും സങ്കടമാവണം. ഇനിയൊരു റബീഉൽ അവ്വൽ നമ്മിലേക്ക് വരുമോ? നമ്മുടെ ചെറിയ മക്കളൊക്കെ നബിദിനത്തിൽ പാട്ടുപാടി പ്രസംഗിച്ച് നബിദിനാഘോഷ യാത്രകൾ നടത്തിയിട്ട് മനോഹരമായൊരു സമയം നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ്. മൗലിദിന്റെ മാസമായിരുന്നു ഇത്. പള്ളിയെന്ന മൗലിയത്, ആകെ മൗലിയത്, വീട്ടിലൊക്കെ മൗലിയത്, പ്രവാചക സ്നേഹികളുടെ മാസമായിരുന്നു റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ സമയത്താണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ്.